ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ ജിസേൽ പുറത്തേക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. ജിസേൽ നിയമം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ജിസേൽ പുറത്തേക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ജിസേൽ ഒളിച്ചും ഭാഗത്തും ഇരുന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരി മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പുള്ളിക്കാരി എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടെല്ലാം അതെടുത്ത് ഇടുന്നുണ്ടായിരുന്നു. അത് വാണിംഗ് കൊടുത്തിട്ടും പുള്ളിക്കാരി അതെല്ലാം ലംഘിച്ചിട്ട് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടും പുള്ളിക്കാരി അതൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ലാലേട്ടൻ വന്നതും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്ത്. ലാലേട്ടൻ്റെ അടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി മിക്കവാറും പുറത്തൊക്കെ ആക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇതിൽ അറിയാം, പെട്ടി പാക്ക് ചെയ്ത് വെച്ച സ്ഥിതിക്ക് അവരുടെ മത്സരാർത്ഥികളൊക്കെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്കാരി പുറത്ത് പോകും എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരി ഇത്രയും വാണിംഗ് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും നിയമം ലംഘിക്കുമ്പോൾ ആരാണെങ്കിലും അത് അംഗീകരിക്കില്ലല്ലോ. അതുപോലെ തന്നെ രേണു സുധിയും പുറത്തോട്ട് എന്നുള്ളതൊരു ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിലും എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. അപ്പോൾ പുറത്ത് സപ്പോർട്ട് രേണുവിന് അധികം ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നും നാളെയായിട്ട് അറിയാം, കൂടുതലായിട്ട് അറിയാം. രേണു ഔട്ടാവും എന്നുള്ള അറിയാം. പക്ഷെ വാണിംഗ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അതുപോലെ അക്ബറിനും എല്ലാം വാണിംഗ് കൊടുക്കുന്നുണ്ട്. അക്ബറും അതുപോലെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചതാണല്ലോ. അതുപോലെ ഗെയിമൊക്കെ പുള്ളിക്കാരൻ നല്ലതാണെങ്കിലും രേണുവിനെ ഉച്ചരിച്ച ആ ഒരു രീതി ശരിയായില്ല. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതെന്തായാലും അക്ബറിന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ത്രീയെ അങ്ങനെ പറയുന്നതിനോട് യോജിപ്പില്ല. രേണുവിനെ ഞാൻ പേഴ്സണലി അല്ല, അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഈ ഒരു ഇരട്ട പേര് വിളിച്ചത് ഒട്ടും ശരിയായില്ല. അപ്പോൾ രേണു എന്തിൻ്റെ ഇതിലാണ് പുറത്ത് പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ രേണു പുറത്ത് പോകുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇവർ രണ്ടാളും പുറത്തേക്ക് എന്നുള്ളൊരു ഇതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം ആരാണെന്ന് പുറത്ത് പോകുന്നതെന്ന്. കൂടുതലായിട്ടും ജിസേൽ പുറത്ത് പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ സീക്രട്ട് റൂമിൽ ഇരുത്തുവാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കളികൾ നടക്കുന്നത് കണ്ടറിയാം. എന്തായാലും പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.